CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് PV അൻവർ MLA തള്ളിപ്പറഞ്ഞ് പ്രസ്താവന ഇറക്കി. ഇത് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലിട്ടപ്പോൾ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. പ്രസിദ്ധീകരിച്ച് 3 മണിക്കൂറായപ്പോഴേക്കും 1000-ലധികം കമൻറ്റുകളാണ് FB പേജിൽ വന്നത്. ഇതിൽ ബഹുഭൂരിഭാഗവും പാർട്ടി നിലപാടിനെ തള്ളിപ്പറയുന്നതായിരുന്നു. കുറേ മുസ്ലിം തീവ്രവാദികളും ചില CPM വിരുദ്ധരും ഈ കമൻറ്റിട്ടവരിൽ ഉണ്ടാകാം. ചിലർ വ്യാജ ഐഡികളിൽ നിന്ന് കമൻറ്റിട്ടിട്ടുണ്ടാവാം. എന്നാൽ പോലും CPM പേജിൽ പതിവില്ലാത്ത വിധം ഇത്രയധികം എതിരഭിപ്രായം വന്നത് പാർട്ടി അനുകൂലികളിൽ നിന്നാണെന്ന് വ്യക്തം. പിണറായി വിജയനോടോ CPMൻ്റെ പുതിയ പ്രശ്നത്തിലുള്ള നിലപാടിനോടോ ഒപ്പമല്ല, മറിച്ച് അതിനെ എതിർക്കുന്ന PV അൻവർ MLAയുടെ നിലപാടിനോടൊപ്പമാണ് അണികളെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കമൻറ്റുകൾ. CPM നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളികളിൽ ഒന്നായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. CPMൻ്റെ ഫേസ്ബുക്ക് പേജിലെ സെക്രട്ടേറിയറ്റിനെ കുറിപ്പ് ഇങ്ങനെ: നിലമ്പൂർ MLA PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPIM പാർലമെൻ്ററി പാർട്ടി അംഗവുമാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ്. PV അൻവർ MLAയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. PV അൻവർ MLA സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇനി പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയ്ക്ക് വന്ന കമൻറ്റുകൾ നോക്കാം. ഒരാൾ പറയുന്നു, അദ്ദേഹം പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും എന്തു പറഞ്ഞു? പോലീസിലെ ക്രിമിനലുകളെ തുറന്നു കാട്ടി ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതിന് അദ്ദേഹത്തെ എന്തിന് തള്ളിപ്പറയുന്നു? അദ്ദേഹം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് അങ്ങേയറ്റം ദുർബലം. PV അൻവറിനോടൊപ്പം. മറ്റൊരാൾ എഴുതുന്നു, അണികളാണ് പാർട്ടി, അണികളില്ലെങ്കിൽ നേതാക്കന്മാർ വീട്ടിലിരിക്കേണ്ടി വരും. സഖാവ് അൻവറിനോടൊപ്പം. അൻവറല്ല പ്രശ്നം. പ്രശ്നം പോലീസിൻ്റെ RSS ബന്ധമാണ്. പ്രശ്നം പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണമാണ്. പ്രശ്നം പോലീസ് ADGP RSS മേധാവിയെ സ്വകാര്യമായി സന്ദർശിച്ചതാണ്. പ്രശ്നം പോലീസ് RSSന് വേണ്ടി പൂരം കലക്കിയതാണ്. പ്രശ്നം ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ ക്രിമിനൽ പോലീസിനോടൊപ്പം തുള്ളുന്നതാണ്. പ്രശ്നം ഒരു ഇടതുപക്ഷ MLA മുതൽ സാധാരണ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വരെ പോലീസ് സ്റ്റേഷൻ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എല്ലായിടത്തും വിലക്കുള്ളതാണ്. പ്രശ്നം നാട്ടിൽ നിർബാധം തുടരുന്ന മലർനാടൻ ടൈപ്പ് വെറുപ്പ് വിതയ്ക്കലിന് വളമിടുന്നതാണ്. പ്രശ്നം ഇതെല്ലാം ആഭ്യന്തരമന്ത്രി കണ്ണടയ്ക്കുന്നതാണ്. പ്രശ്നം അൻവറല്ല. അൻവറായി ചുരുക്കുന്നത് അൻവറിനെ പുറത്തേക്ക് കുടഞ്ഞാൽ പ്രശ്നം തീരും എന്ന കുബുദ്ധിയാണ്. ശശിയെ താങ്ങി നിന്നാൽ അടുത്ത ഇലക്ഷനിൽ ഇന്നത്തെ UDFൻ്റെ അവസ്ഥയാകും. 40 സീറ്റ് കിട്ടിയാൽ കിട്ടി. ഓർമ്മയുണ്ടായിരിക്കട്ടെ, ശശിയല്ല ജനങ്ങളാണ് പാർട്ടി. ഇതിൽ മനസ്സിലാക്കിയാൽ നന്നായി. ലാൽ സലാം. PV അൻവറിനെതിരെയല്ല, കൂടെ തന്നെയാണ് പാർട്ടി. ചില അച്ചടക്കം പാലിക്കണം, അതേ പറഞ്ഞുള്ളൂ. നമ്മുടെ നിലപാട് പറയാൻ ആരുടെയും അനുവാദം വേണ്ട. ചിലർക്ക് മടിയിൽ കനമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാടിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഭരണപക്ഷത്തുള്ള MLAയുടെ കാല് പിടിക്കുന്നത് കണ്ടിട്ടും ചിലരുടെ മൗനം. അതാണ് മാതൃകാ പ്രവർത്തനമെന്ന് തോന്നിയെങ്കിൽ തെറ്റുപറ്റിയത് നമുക്കാണ്. ഈ ഒരു ഭരണത്തോടുകൂടി CPM എന്ന പാർട്ടി എന്നത്തേക്കുമായി ഇന്ത്യയിൽ നിന്ന് നാമാവശേഷമാകുന്ന ആ കാഴ്ചയ്ക്ക് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വഴി കാണിക്കുന്നു എന്ന് വേണം കരുതാൻ. അണികളുടെ വികാരങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് നേതാക്കന്മാരുടെ അഹന്തയും ഈഗോയും കാരണം ഈ പാർട്ടി നശിച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടം. തൃശ്ശൂർ പൂരം കലക്കിയിട്ടുണ്ട് എന്നതിൽ സഖാവ് VS സുനിൽകുമാറിന് പോലും സംശയമില്ല. പൂരം കലക്കി അന്നത്തെ വേദിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. പോലീസ് രാവിലെ മുതൽ പൂരം നടത്തിപ്പിൽ ഇടയുന്നു. പനമ്പട്ട കൊണ്ട് വന്ന പാപ്പാനെ പോലും കമ്മീഷൻ നേരിട്ട് നിന്ന് ആട്ടിവിടുന്നു. രാത്രിയോടെ ലൈറ്റുകൾ ഉൾപ്പെടെ ഓഫാക്കുന്നു. ജനം രോഷാകുലരാകുന്നു. മുൻ മന്ത്രി VS സുനിൽകുമാർ, നിലവിലെ മന്ത്രി K രാജൻ എന്നിവർ നേരിട്ട് ഇടപെട്ടിട്ട് പോലും കമ്മീഷണർ അയയുന്നില്ല. ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവുന്നില്ല. രാത്രി 1:30 BJP സ്ഥാനാർത്ഥിയുടെ പൂമേനി സേവാഭാരതിയുടെ ആംബുലൻസ് ഏറി സ്ഥലത്തെത്തുന്നു. അയാൾ ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നു. മുൻ മന്ത്രിയോടും നിലവിലെ മന്ത്രിയോടും അയയാത്ത കമ്മീഷണർ നിരുപാധികം BJP സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ അയയുന്നു. വിഷയം ഒത്തുതീർപ്പാവുന്നു. BJP സ്ഥാനാർത്ഥി വിചാരിച്ചാൽ മാത്രമേ ഹിന്ദുവിൻ്റെ ആചാരം തൃശ്ശൂരിൽ സംരക്ഷിക്കപ്പെടൂ എന്ന പൊതുബോധം തൃശ്ശൂരിലെ ഭൂരിപക്ഷമായ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് അവിടെ നടന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഇതിലൊന്നും ഒരു ബാഹ്യ ഇടപെടലും ഇല്ല കേട്ടോ. പൂരം കലക്കിയതിൻ്റെ പിന്നിലും PV അൻവറാണെന്ന റിപ്പോർട്ട് കൂടി വരാഞ്ഞത് ഭാഗ്യം.
അൻവർ പൊടിക്ക് കഴിച്ചിലായി. ഒരു സംശയം, പാർട്ടി ഇന്ന് ഇറക്കിയ പ്രസ്താവനയിൽ പച്ച മലയാളത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ CM എങ്ങനെയാണ് P. ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനം, ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്? ഇവിടെ ആരാണ് പാർട്ടി? ഇനി എന്താണ് പാർട്ടി അന്വേഷണം? അൻവർ ആരോപണമുയർത്തിയ രീതിയെ വിമർശിച്ചോളൂ, പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ RSS ഏജന്റ് ADGP അജിത് കുമാറിനെയും P. ശശിയെയും ആ സ്ഥാനത്ത് മാറ്റി നല്ല ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇവരെ എന്തിന് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് പൊതുജനത്തിന് അറിയണം. കുറുവടിയേന്തിയ ആഭ്യന്തരം, അഥവാ ഈ ആരോപണങ്ങൾ രഹസ്യമായി ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കും കൊടുക്കുകയാണെങ്കിൽ അത് ADGPയും ശശിയും കൂടി മുഖ്യേനെ, മുഖ്യമന്ത്രി പോലും അറിയാതെ. പാർട്ടിയുടെ നിലപാടും അവസ്ഥയും ഓർത്ത് പുച്ഛം തോന്നുന്നു. അടുത്ത ഇലക്ഷനോടുകൂടി എന്താണ് ശരിയെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും.